അപ്പോൾ നമ്മൾ നട്ടിരുന്ന ചീനിക്കമ്പൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വളം ചെയ്ത് കൊടുക്കണം. വളം ഇടാനുള്ള ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചുവട്ടിലായിട്ട് ഒരുപാട് പോച്ചയൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പിഴുത് കളഞ്ഞിട്ടാണ് നമ്മൾ വളവും അതുപോലെ തന്നെ ചാമ്പലുമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ചാമ്പലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രോട്ടീൻ മിക്സ്, അതായത് അതിനകത്ത് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെയാണ് മിക്സാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മളിങ്ങനെ എല്ലാ ചീനിക്കമ്പിൻ്റെ ചുവട്ടിലും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വളം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ കാണിച്ചിരുന്ന പോലെ കുറച്ച് പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് വിരതിന്നി പുഴുക്കളാണ്. അത് നമ്മളിങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ കോഴികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്കമുള്ള വളത്തിൽ നമ്മളിങ്ങനെ വളം ഉണ്ടാക്കി എടുത്ത് ചാക്കിലൊക്കെ കെട്ടി വെക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകാറുണ്ട്. നമ്മളെടുത്ത് കളഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ചുവട്ടിലൊക്കെ ഉള്ള പോച്ചകൾ വൃത്തിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ആ പോച്ച ഉള്ളിടത്തൊക്കെ ഇങ്ങനെ വളമിട്ട് കൊടുത്താൽ ആ പോച്ചയെല്ലാം വളം തിന്നുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് ഇങ്ങനെ മണ്ണ് വെട്ടിക്കൂട്ടി ഇടുന്നത്. വളത്തിൻ്റെ മുകളിലായിട്ട് മണ്ണ് വെട്ടിക്കൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ റമദാൻ തുടങ്ങുന്നതിന് മുമ്പേയൊക്കെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എനിക്കത് ഇടാനും പറ്റിയിരുന്നില്ല, നല്ല പനിയായിരുന്നു. അപ്പോൾ പനി, അതുപോലെ തൊണ്ടവേദന, ബുദ്ധിമുട്ട് കാര്യങ്ങൾ, തൊണ്ടയടപ്പൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒത്തിരിയൊക്കെ കുറഞ്ഞു വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാത്തിനുമൊക്കെ വളമൊക്കെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിന് എല്ലാ ദിവസവും നനച്ച് കൊടുക്കണം ഉറപ്പായിട്ടും. കാരണം ചൂട് സമയം കൂടി ആയതുകൊണ്ട്. മഴയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കണമെന്ന് പറയുന്നത് ഇതിൽ വളം ഇട്ടേക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നല്ല രീതിയിൽ ഒരു നേരമെങ്കിലും ഒന്ന് നനച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴും നമ്മളെന്തെങ്കിലും നടുകയോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു കായ്ഫലമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒരു ചീനിക്കമ്പായാലും അതുപോലെ ചേനയായാലും ചേമ്പായാലും എന്ത് വിളകളായാലും നമുക്കിപ്പോൾ ഒരു നട്ട് അതിനകത്തൊരു കായ്ഫലമൊക്കെ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ അതിൻ്റെ വളർച്ചയായാലും നമ്മൾ വളമിട്ട് കൊടുക്കുന്നതായാലും ഒക്കെ നല്ല സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സ്വയമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നട്ടിട്ടുള്ളൊരു മാവാണ് ഇത്. ഇതിപ്പോൾ ഒരു 2-2.5 വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അത് വാങ്ങിച്ച് നട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ ഒരു ഓൺലൈനിൽ കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. മൂവാണ്ടൻ മാവാണ് ഇത്. ഇപ്പോൾ അതിന് നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട സമയത്ത് നമ്മൾ ഒത്തിരി വളമൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ അടുത്തിടെയായിട്ടൊന്നും വളമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോനും കൂടെ ഉണ്ട് സഹായത്തിനൊക്കെ ആയിട്ട്. മോനും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കൂടെ വന്ന് സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വാങ്ങിച്ച് നട്ടിട്ടുള്ളതാണ് ഈ പേരമരവും. അതിലും നമ്മൾ കുറച്ച് വളം, നമുക്കിപ്പോൾ വളം എടുത്തതെല്ലാം തീർന്നിട്ടുണ്ട്. ബാലൻസ് വന്ന വളം കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് വേണ്ട മണ്ണെല്ലാം വെട്ടിക്കൂട്ടി അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ല വളർച്ചയുണ്ടാവാൻ എല്ലാത്തിനും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ പിന്നെ നമ്മൾ വളം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല, പേരമരവും ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല. എങ്കിലും നമ്മൾ വാങ്ങിയ കണക്കനുസരിച്ച് പിന്നെ ഉടനെയൊക്കെ തന്നെ കായ്ക്കുന്നതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും നട്ടിട്ട് നമ്മൾ അതിൻ്റെ സംരക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കണം. വളമായാലും വെള്ളമായാലും നമ്മൾ ചെയ്ത് കൊടുക്കണം. അല്ലാതെ നട്ടിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫലവുമില്ല. നമ്മൾ ഉണക്ക് കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒരു നേരമെങ്കിലും, പ്രത്യേകിച്ച് സന്ധ്യ നേരത്ത് വൈകുന്നേരത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പകൽ ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിയും വൈകിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാവും. നമ്മുടെ ആപ്പിൾ ചാമ്പയിൽ നിറച്ച് കായ്കൾ പിടിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമായി അത് കണ്ടപ്പോഴത്തേക്ക്. ഒരു കുഞ്ഞു തൈ വാങ്ങിച്ച് നട്ടതാണ്. ഇപ്പോൾ നമുക്കിത് 1 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നിറച്ച് പിടിച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലും നന്നായിട്ട് കായ്കൾ പിടിച്ചിട്ടുണ്ട്. ഇത് വലിയതാവുന്നതാണ്. നമ്മുടെ സാധാ ചാമ്പ പോലെയല്ല, അതിൽ നല്ല വലുതാവുന്ന കായ്കളാണ്. അതുപോലെ അത് നല്ല പഴുത്ത് നല്ല ചുമന്ന കളറിലാവുന്നതുമാണ്.
അപ്പോൾ നമ്മളിത് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ഞാനത് കഴിച്ചിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ റംബൂട്ടാൻ്റെ തൈയും വാങ്ങിച്ച് നട്ടിട്ടുള്ളതാണ്. ഇത് വരിക്ക റംബൂട്ടാനാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അത് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെയാണ് വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.